ചില അമ്മമാർ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ തീരെ ബുദ്ധിയില്ല, എന്നാൽ അവൻ സ്പോർട്സിൽ ടാലന്റഡ് ആണ്, അതല്ലെങ്കിൽ കലാരംഗങ്ങളിൽ അവൾക്ക് നല്ല മിടുക്കാണ് എന്നൊക്കെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധി മാത്രം മതിയോ? മറ്റു സ്കിൽസ് ഒന്നും ആവശ്യമില്ലേ? ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധി മാത്രം പോരാ, മറ്റു സ്കിൽസ് കൂടെ ആവശ്യമുണ്ട്. തോൽവികളെ സ്വീകരിക്കാൻ ചെറുപ്പം മുതലേ നാം കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ തോൽക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് അമ്മമാരാണ്. നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മാർക്ക് കുറഞ്ഞാലോ ഗ്രേഡ് താഴോട്ട് പോയാലോ കുട്ടികളെ വഴക്ക് പറയാനും അമ്മമാർ ആദ്യം എടുക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യമുണ്ടോ? കുട്ടികൾക്ക് സമാധാനപൂർവവും സൗമ്യമായും ശാന്തമായും അവരോട് കാര്യങ്ങൾ പറയുകയും അവരെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ അവരെ മാർക്ക് കുറഞ്ഞതിനും ഗ്രേഡ് താഴോട്ട് പോയതിനും വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതവരെ കൂടുതൽ പഠനത്തിൽ പിന്നോട്ട് പോകുവാനേ സഹായിക്കൂ. ഇന്നത്തെ ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പരീക്ഷയുടെ നല്ല മാർക്ക് കൊണ്ട് മാത്രം അവർക്ക് ഭാവിയിൽ മുന്നേറാൻ പറ്റുകയില്ല. മറ്റു പല കഴിവുകളും നൈപുണ്യതകളും ആർജിച്ചെടുക്കുവാനുള്ള ട്രെയിനിങ് അവർക്ക് ചെറുപ്പം മുതലേ കൊടുക്കേണ്ടതുണ്ട്. അതിന് പാരന്റ്സിന്റെയും സപ്പോർട്ട് ആവശ്യമാണ്. അത്തരത്തിലുള്ള 7 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. 1. ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. വൈകാരിക ബുദ്ധി. കുട്ടികൾക്ക് ബുദ്ധി മാത്രം പോരാ, വൈകാരിക ബുദ്ധി കൂടി അവർക്കുണ്ടായിരിക്കണം. സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറുവാനും അവർക്ക് കഴിയണം. സെൽഫ് അവയർനെസ്. അവർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. അവർക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ചെറുപ്പത്തിലേ അവർക്കുണ്ടായിരിക്കണം. എമ്പതി. മറ്റുള്ളവരോട് അനുതാപപൂർവം പെരുമാറുവാനും സംസാരിക്കുവാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം. അതിനൊക്കെ ചെറുപ്പം മുതലേ കുട്ടികളെ പരിശീലിപ്പിക്കണം. എങ്കിൽ ഭാവിയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക്. 2. ഡിജിറ്റൽ നോളജ് ആണ്. പല അമ്മമാരും പറയാറുണ്ട്, എൻ്റെ മകൻ ഡിജിറ്റൽ അഡിക്റ്റഡ് ആണ്, മൊബൈൽ അഡിക്റ്റഡ് ആണ്, ഇന്റർനെറ്റ് അഡിക്റ്റഡ് ആണ് എന്നൊക്കെ. എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ അഡിക്റ്റഡ് ആവുന്നത്? ചെറുപ്പം തൊട്ട് നമ്മൾ തന്നെയല്ലേ കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കുന്നത്? കുട്ടികൾ കരയുമ്പോഴും വാശി പിടിക്കുമ്പോഴും അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ഒക്കെ അവർക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുകയും അതവർ യൂസ് ചെയ്യുകയും അവർക്ക് ഇഷ്ടം പോലെ സമയം അതിൽ ചെലവഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മൊബൈൽ വാങ്ങുമ്പോൾ അവർ തരാതിരിക്കുകയും അത് പാരന്റ്സ് പിടിച്ചു പറിക്കുകയും ചെയ്യും. അവിടെയാണ് കുട്ടികൾ വയലന്റ് ആകുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് ഒരു സമയക്രമം നിശ്ചയിക്കുകയും അതിനനുസരിച്ച് അവർക്ക് സമയം ഫിക്സ് ചെയ്ത് അതിനനുസരിച്ച് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയും അതിൽ എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെ കാണാതിരിക്കണം, എന്തൊക്കെ കാണണം എന്നുള്ള ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് സമയം ഫിക്സ് ചെയ്തുകൊണ്ട് വേണം അവർക്ക് കൊടുക്കാൻ. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ സാക്ഷരത അവർക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സൈബർ സുരക്ഷയും ഉണ്ടാവണം. ഉപയോഗപ്രദമായ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറും അവർ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും പിന്തള്ളപ്പെടാതെ അവർ മുന്നോട്ട് എത്തൂ. ക്രിയേറ്റീവ് തിങ്കിങ്. ഓട്ടോമേഷനും നിർമ്മിത ബുദ്ധിയുമൊക്കെ ലോകം കീഴടക്കുന്ന ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ചിന്തയും സർഗാത്മകമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് അത്യാവശ്യമാണ്. അത് ഭാവിയിൽ കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. സാഹചര്യങ്ങളെ വിലയിരുത്തുവാനും ക്രിയാത്മകമായി പെരുമാറുവാനും സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടുവാനും ചെറുപ്പം മുതലേ അവരെ പഠിപ്പിക്കുകയുള്ളൂ. സാഹചര്യങ്ങളെ വിലയിരുത്തുവാനും
പല ഓപ്ഷൻസും വിശകലനം ചെയ്യുവാനും സങ്കീർണമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ചെറുപ്പം മുതലേ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. 4. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയം. മറ്റു പലതരത്തിലുള്ള ആളുകളുമായി എങ്ങനെ ആശയവിനിമയം നടത്താമെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ ചിന്തയും ആശയങ്ങളും ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവരുമായി പങ്കുവെക്കാനും പ്രകടിപ്പിക്കുവാനും ചെറുപ്പം മുതലേ അവരെ പരിശീലിപ്പിക്കും. 5. സാമ്പത്തിക സാക്ഷരത. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് സാമ്പത്തിക സാക്ഷരതയിൽ പരിശീലനം കൊടുക്കണം. പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവ ചെലവഴിക്കുന്നതിനെ കുറിച്ചും കുടുംബ ബജറ്റിനെ കുറിച്ചുമൊക്കെ അവർ അറിഞ്ഞിരിക്കണം. ചെറുപ്പം മുതലേ അവരിൽ സേവിങ്സും വളർത്തിയെടുക്കണം. 6. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ്. പരാജയങ്ങളെ നേരിടുവാനും സാഹചര്യത്തിനനുസരിച്ച് അവയെ ഉപകാരപ്പെടുത്തുവാനും കുട്ടികളെ പരിശീലിപ്പിക്കണം. തോൽവിയിൽ പതറാതെ വിജയത്തെ നേരിടുവാൻ അവർക്ക് പ്രോത്സാഹനമാകണം. 7. പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കിയെടുക്കുക. ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമൊക്കെ ഒരു നല്ല അവബോധം കൊടുക്കുക. മരങ്ങളെയും ചെടികളെയും നടുവാനും അവയെ വളർത്തുവാനും അവയ്ക്ക് നനച്ചു കൊടുക്കുവാനും അവയെ സ്നേഹിക്കുവാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുക. അതുപോലെ മൃഗങ്ങളെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചെറുപ്പം മുതലേ കുട്ടികളെ പരിശീലിപ്പിക്കണം. കുട്ടികളായിരിക്കുമ്പോൾ പാരന്റ്സിന്റെ കൂടെ ചെടി നടുവാനും ചെടി നനയ്ക്കുവാനും ഒക്കെ കുട്ടികൾ കൂടാറുണ്ട്. എന്നാൽ കുട്ടികളൊന്ന് മുതിർന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്നൊക്കെ വിട്ടുപോകും. അങ്ങനെ അവരെ അനുവദിക്കാതെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുവാനും ചെടികളെ നട്ടു വളർത്തുവാനും ഒക്കെ അവരെ പരിശീലിപ്പിക്കേണ്ടതാണ്. ഈ പറഞ്ഞ 7 കാര്യങ്ങളും ചെറുപ്പം മുതലേ നിങ്ങൾ കുട്ടികളെ ശ്രദ്ധയോടെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. ടേക്ക് കെയർ.